അഗ്നിവർണ്ണന്റെ കാലുകൾ. കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ തനതു നാടകങ്ങളിൽ പ്രശസ്തമാണ് അഗ്നിവർണ്ണന്റെ കാലുകൾ. ജീർണിച്ച അധികാര വ്യവസ്ഥ, പൗരധർമ്മം മറന്ന് നിസ്സംഗരായിരിക്കുന്ന പൊതുജനം, അതിനിടയിലും ഉയരുന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ, പൊതുസമൂഹം ഭരണവ്യവസ്ഥയെ ശുദ്ധീകരിക്കുമെന്ന പ്രതീക്ഷ, ഇവയെല്ലാം ഈ നാടകത്തിൽ പ്രമേയമായി വരുന്നു. രൂക്ഷമായ ആക്ഷേപഹാസ്യം ഈ നാടകത്തിന്റെ പ്രത്യേകതയാണ്. രാജാവിന്റെ കടമകൾ മറന്ന് സുഖലോലുപതിയിൽ മുഴുകി കഴിയുകയാണ് അഗ്നിവർണ്ണൻ. കൊട്ടാരം വിദൂഷകൻ 2 മരക്കാലുകൾ തലയിലേറ്റി പ്രവേശിക്കുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത്. 3-4 സ്ത്രീകളും അത്രയും പുരുഷന്മാരും വിദൂഷകനോടൊപ്പമുണ്ട്. മരക്കാലുകൾ സിംഹാസനത്തിൽ വയ്ക്കുമ്പോൾ അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് ജനം വിളിച്ചു പറയുന്നതും കേൾക്കാം. അഗ്നിവർണ്ണ മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് തിരുത്തി പറയൂ, ഈ കാലുകൾ തന്നെ രാജാവ് എന്നാണ് വിദൂഷകന്റെ മറുപടി. പരാതികൾ കേൾക്കാൻ രാജാവിന് സമയമില്ലാത്തതിനാൽ മരക്കാലുകളെ ആ കൃത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ മരക്കാലുകൾ ജഡതുല്യമായ നിശ്ചലമായ ഭരണവ്യവസ്ഥയെ പ്രതീകവൽക്കരിക്കുന്നു. മരക്കാലുകൾ സിംഹാസനത്തിൽ വച്ച് വിദൂഷകൻ പിൻവാങ്ങുമ്പോൾ ജനം അഗ്നിവർണ്ണനെ വാഴ്ത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നും ആത്മഗതമായി ഉയരുന്നുണ്ട്. കാലുകളും രാജാവും വിജയിച്ചു കൊള്ളട്ടെ, പക്ഷേ അയോധ്യയിലെ പാവപ്പെട്ടവരായ നാം വിശപ്പ് അടക്കാൻ എന്തു ചെയ്യും എന്ന് സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായ ഒരുവൻ ചോദിക്കുന്നു. വിശപ്പ് പോലുള്ള താണംതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്ന വിദൂഷകന്റെ ചോദ്യത്തിലെ ആക്ഷേപഹാസ്യവും നാടകത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്നു. ഞങ്ങൾക്ക് രാജാവിന്റെ കാലുകൾ കണ്ടാൽ വിശപ്പില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അധികാരവർഗത്തിനു വേണ്ടി ബലിവസ്തു ആകുന്നവരുടെ പ്രതിനിധിയാണ് ഇവർ. കേവലരാമനും ചിന്താരാമനും രംഗത്ത് പ്രവേശിക്കുന്നു. കേവലരാമൻ സാധാരണ പൗരനാണ്. അയാളുടെ ആത്മവിശ്വാസമില്ലായ്മയും അതിവിനയവും സംഭാഷണങ്ങളിലൂടെയും ചേഷ്ടകളിലൂടെയും പ്രകടമാണ്. അപകടം വരുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുകളയരുത് എന്ന് കേവലരാമൻ ചിന്താരാമനോട് പറയുന്നു. ഞാൻ എപ്പോഴും കൂടെയുണ്ട് എന്ന് ചിന്താരാമൻ വാക്കു നൽകി. എന്നാൽ പിന്നീട് അയാൾ എടുക്കുന്ന നിലപാട് സ്വന്തം നിലനിൽപ്പിന് കോട്ടം തട്ടാത്തതാണ്. സിംഹാസനത്തിലിരിക്കുന്ന കാലുകൾ ഒതുക്കി വെച്ച് അതിലിരുന്ന് കേവലരാമൻ ഉറക്കം തൂങ്ങുന്നു. ഈ സമയം നിയമപാലകന്റെ വേഷത്തിൽ കൊത്തുവാൾ പ്രവേശിക്കുന്നു. കേവലരാമൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് കൊത്തുവാൾ പൊട്ടിത്തെറിക്കുന്നു. തന്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രജാരാമന്മാരെ പിടിലേക്ക് പിടിച്ച് തള്ളുക എന്നത് മഹാരാജാവിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊത്തുവാൾ കേവലരാമനെ പിടിച്ച് താഴെയിട്ട് അടിക്കുന്നു. രാജാവിന്റെ അധികാരം കൊത്തുവാളിലൂടെ പ്രയോഗിക്കപ്പെടുന്നു. ചിന്താരാമൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വായനയിൽ മുഴുകുന്നു. ഇവിടെ ഒരു രാജാവുണ്ടോ എന്ന് കേവലരാമൻ ചോദിക്കുന്നു. രാജാവിന്റെ ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. അതെല്ലാം അതതിന്റെ സ്ഥാനത്തുണ്ടെന്ന് കൊത്തുവാൾ. അത് ഞാനാണ്, ആ കാണുന്നത് എന്റെ കാലുകളാണ് എന്ന് ചിന്താരാമൻ അവകാശപ്പെടുന്നു. അപ്പോൾ രാജ്യദ്രോഹത്തിന് മാപ്പില്ലെന്ന് കൊത്തുവാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു. കേവലരാമനും താനാണ് രാജാവെന്നും തന്റെ കാലുകളാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്നും പറയുന്നു. രാജാവിന്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി ഉയരുന്നു. ഞങ്ങൾക്ക് കാല് മാത്രം കണ്ടാൽ പോരാ എന്ന് കേവലരാമൻ തർപ്പിച്ചു പറയുന്നു. അപ്പോൾ രാജഗുരു പ്രവേശിക്കുന്നു. രാജഗുരു മറ്റുള്ളവരും തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയും രാജാവിന്റെ കാലുകൾ തന്റെ ചെവി എന്ന് രാജഗുരു വെളിപ്പെടുത്തുന്നു. രാജാവ് ആ സ്ഥാനത്ത് എത്തിയത് അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന ചില വിപ്ലവങ്ങളിലൂടെയാണെന്ന് തുടർന്ന് ബോധ്യമാവുന്നു. ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത് എന്ന് സംഭാഷണ ഭാഗം ആ സൂചനയാണ് നൽകുന്നത്. രാജാവ് കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിദൂഷകൻ പറയുന്നത്. കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു, ജീവിച്ചു മരിക്കുന്നു എന്ന് ചിന്താരാമൻ പറയുന്നു. വിദൂഷകൻ വേഷം മാറിയ രാജാവല്ലേ എന്ന് കേവലരാമന് സംശയവും. വിദൂഷകൻ സിംഹാസനത്തിലിരിക്കാൻ തുടങ്ങുമ്പോൾ കൊത്തുവാൾ തടയുന്നു. രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ചൂലും കിണ്ടിയിൽ വെള്ളവുമായി അടിച്ചുതളിക്കാരി കടന്നു വരുന്നു. അടിച്ചുവാരി വൃത്തിയാക്കാനാണ് താൻ എത്തിയിരിക്കുന്നത്. എല്ലാവരെയും ചവറാക്കുമെന്നും അവൾ പറയുന്നു. എനിക്ക് നിങ്ങളെക്കാൾ ഗൗരവമുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. നമുക്ക് അവകാശപ്പെട്ടതേ നമുക്ക് ലഭിക്കൂ എന്ന് ചിന്താരാമൻ. നിങ്ങളാണ് ശരിക്കുള്ള രാജാവെന്ന് അടിച്ചുതളിക്കാരിയോട് ചിന്താരാമൻ പറയുന്നു. സ്ത്രീ മാറാലയും തറയും ചൂലുകൊണ്ടടിച്ച് കിണ്ടിയിൽ നിന്ന് വെള്ളം തളിക്കുന്നു. ഇവിടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകളാണ് ജീർണിച്ച അധികാര കേന്ദ്രങ്ങളെ തൂത്തെറിഞ്ഞിട്ടുള്ളത്. വിദൂഷകൻ അഗ്നിവർണ്ണന്റെ കാലുകളെടുത്ത് സ്വകാര്യ മുറിയിലേക്ക് പോകുന്നതോടെ എല്ലാവരും പിരിഞ്ഞു പോകുന്നു.
ഇതാണ് കാവാലം നാരായണൻ പണിക്കരുടെ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിന്റെ ഉള്ളടക്കം.